പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലം സ്ഥലത്താണ്. ഞങ്ങള് മാത്രമല്ല, ഇവിടെ ആര് വന്നാലും ഇങ്ങനെ എല്ലാവരും ഇവിടെയാണ് ആദ്യം കയറി. അത് വേണ്ട. അപ്പോ ഇവിടെ ഇപ്പൊ തൽക്കാലം നമ്മുടെ ബേ വിൻഡോ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് കാറ്റിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് നമുക്ക് ഈ ഭാഗത്ത് തന്നെ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ചെറിയ കാറ്റേ വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് റീഡിംഗ് നോക്കി കഴിഞ്ഞാൽ കാണാം. ക്യാമറ കൂടെ അടുത്തേക്ക് വന്നു. നമ്മുടെ റീഡിംഗ് നോക്കി കഴിഞ്ഞാൽ ഇതാ മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മുടെ സ്പീഡ് കാണുന്നത്. താത്തി വെച്ചിട്ടുണ്ട്. അല്ലാതെ മാരകമായ ബുദ്ധിയൊന്നും നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഇത്തരത്തില് ഫുള്ളായിട്ട് ഒരു സ്ലൈഡിംഗ് ഡോറാണ്. ഒരു ആഡഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ ഒരു വാഷ് ഏരിയയും നമ്മുടെ കിച്ചണും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബെഡ്റൂം കൂടിയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. അപ്പോൾ നമ്മുടെ വാഷ് ബേസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേട്ടാ നമുക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്ഥലമായിരുന്നു. എന്ത് ചെയ്യണോ, വാഷ് ബേസിന് നമ്മൾ അവിടെ വെക്കണോ, ഇവിടെ വേണോ? ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ഇത്ര വീതി മതിയോ, വീതി കൂട്ടണോ എന്നുള്ള ഭയങ്കര ഇതായിരുന്നു. ഞാൻ പിടിച്ച പിടിയിൽ ഇത് മതി എന്ന് പറഞ്ഞതാണ്. കാരണം ഇത് എത്ര ഓപ്പൺ ആയി വരുമ്പോഴേക്കും പിന്നെ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പണികളെല്ലാം നമ്മൾ ഫാബ്രിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഹാൻഡിൽ ഫ്രീ ആണ്. എങ്ങനെ ഹാൻഡിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭംഗിയായിട്ട് തുറക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നാനോ വൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടറിന്റെ സൈഡ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിട്രിഫൈഡ് വൈറ്റ് ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു റൗണ്ട് മിറർ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വാം ലൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വാഷ്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള സ്ലൈഡിംഗ് ഡോർക്ക് കൊടുത്തത്. ഇതൊക്കെ നമ്മുടെ ക്ലയന്റും കൂടെ അഗ്രി ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടന്നത്. പക്ഷെ ഇത് ഇവിടെ നോർമൽ ഡോർ ആണെങ്കിൽ വർക്ക്ഔട്ട് ആവും തോന്നുന്നു. അതെ, നമ്മള് അത് ചെയ്യാനുള്ള റീസൺ നിങ്ങൾക്ക് ഇതിനകത്ത് വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഒന്ന് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കിച്ചണിന് മാത്രം നമ്മൾ ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഫ്ലോറിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഗ്ലോസി അല്ല, നമ്മളൊരു മാറ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ, അപ്പോ നമ്മുടെ കൗണ്ടർ എടുത്തു കഴിഞ്ഞാൽ നാനോ വൈറ്റ് ഫുള്ള് കൗണ്ടർ ടോപ്പ് നമ്മൾ നാനോ വൈറ്റ് ചെയ്തു. നമ്മുടെ ഈ ടോപ്പ് കൗണ്ടർ നോക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ഫുള്ള് വൈറ്റ് ആയിട്ട് തന്നെ ചെയ്തു. നമ്മുടെ വാളിലും വൈറ്റ് ചെയ്തു. കാരണം ചെറിയ കിച്ചൺ സത്യത്തില് ഇത് നമുക്ക് നല്ല സ്പേഷ്യസ് ആയി തോന്നുന്നു. നല്ല വൈറ്റ് നമുക്കൊക്കെ തുടക്കത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വൈറ്റ് വന്ന് കഴിഞ്ഞാൽ ചളിയാവോ അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവുമെന്നൊക്കെ. പക്ഷെ ഇതുവരെ ഒരാളും ഇങ്ങനെ മോശമായിട്ടുണ്ട്, ഗംഭീരമായി നടന്നു. അതുപോലെ നമ്മൾ താഴത്തെ കൗണ്ടർ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ഒരു ഗ്രേ ഷെയ്ഡാണ് കൊടുത്തത്. കാരണം ഇതിനകത്ത് നമ്മൾ അലുമിനിയം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വുഡ് പോലെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഹാൻഡിൽ ഫ്രീ ആണ്. ഇത് കണ്ടോ, നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ഈ രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അല്ലെങ്കിൽ പിന്നെ നമ്മളത് ബഡ്ജറ്റിലും കൂടെ ആയിട്ട് ചെയ്തു. അത് മാത്രമല്ല, അത് നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. നമുക്ക് ഒന്ന് ഒരു മാറ്റി, അതും ഷിനോജി തന്നെയാണ് പറഞ്ഞത്, നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അതിനെ കുറച്ചൊന്ന് എതിർത്ത് നല്ല ഭംഗിയാണ്. ഒന്നുമില്ല, നമ്മൾ ചെയ്ത ഐഡിയ ഇത്രയേ ഉള്ളൂ കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒന്ന് അടി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ നമുക്ക് വിരൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാനുള്ള ഒരു ഇത്തിരി താത്തി വെച്ചിട്ടുണ്ട്. അല്ലാതെ മാരകമായ ബുദ്ധിയൊന്നും നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോ അതുപോലെ പിന്നെ നമ്മുടെ ഇതെടുത്തു കഴിഞ്ഞാല് നമ്മള് മറ്റേ ഫൈബറിന്റെ വുഡും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മൾ ഏതിലൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇത്തരത്തിലുള്ള ആക്സസറീസ് നമ്മൾ ഭയങ്കര കോസ്റ്റ് ആക്സസറീസ് നമ്മൾ ഈ രണ്ട് ആക്സസറീസ് യൂസ് ചെയ്തു. പിന്നെ അപ്പുറത്ത് കൂടി ചെയ്തു ടാൻഡം ബോക്സ് ഇത്രയും ആക്സസറീസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പ്ലെയിൻ ആക്കി. എക്സ്പെൻസീവ്. അതെ,
ഇച്ചിരി വലിയൊരു കോസ്റ്റ് വരുന്ന ലൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മളോട് ട്രാക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വെച്ചാൽ ആവശ്യത്തിനുള്ള ലൈറ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഒരു നോർമൽ വൈറ്റ് ലൈറ്റ് കൂടെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, ട്യൂബും കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പണിംഗിൽ നമ്മൾ കുറച്ച് സ്പോട്ട് ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയേണ്ടത്, നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഡോർ അഗെയിൻ ഇവിടെ നമ്മുടെ കുറെ ഇത് ചിലപ്പോൾ നമ്മുടെ വേറെ ക്ലൈൻസ് തന്നെ ചീത്ത പറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ കിട്ടുന്നില്ല. നമ്മുടെ ബാക്ക് യാർഡ് ഇത്തിരി കച്ചറയായി കിടക്കുകയാണ്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. നമ്മുടെ ബാക്ക് യാർഡ് നമ്മൾ ഷൂട്ടൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ടതാണ് കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ താഴത്തെ വിശേഷങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം കൂടെ ഉണ്ട്, അതൊന്ന് കാണാം. പിന്നെ നമ്മുടെ മുകളിലുള്ള കാര്യങ്ങളും കൂടെ കാണാം. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പൊ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡോർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്ലൈഡിംഗ് ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇതെല്ലാം കൂടെ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്ലാൻ നമുക്ക് മൊത്തം ഓപ്പൺ പ്ലാൻ ആണല്ലോ. അപ്പൊ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈവസി വേണം, അന്നേരം നമുക്ക് പ്രൈവസി കിട്ടും. അല്ലെങ്കിൽ ഫുൾ ഓപ്പൺ എല്ലാം കയറും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്ലൈഡ് ചെയ്താൽ നമ്മുടെ പ്രൈവസിക്ക് കേട്ടൻ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാം. കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബെഡ്റൂം ഇരിക്കുന്നത്. ഈ ബെഡ്റൂം ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണ സമയത്തും പ്ലാൻ വരച്ച സമയത്തും ജയേട്ടനുണ്ടായിരുന്ന ഏറ്റവും വലിയ കൺസേൺ അപ്പൊ ഇതിപ്പോ നമ്മളെ ബെഡിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ട് ചേട്ടാ കിങ് സൈസ് 180 വിഡ്ത്തിലുള്ള കട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 180 തന്നെ നമ്മൾ ഇതും വെച്ചിട്ടുള്ളൂ, നീളവും വെച്ചിട്ടുള്ളൂ. കാരണം നമ്മള് മറ്റേ നമ്മള് സ്റ്റാൻഡേർഡ് സൈസ് അല്ല, ഇത് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെറിയ ആൾക്കാരാണ്. റൂമിന്റെ സൈസ് അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റൂമിൽ കിങ് സൈസ് ബെഡ് കിടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഓരോ സൈഡ് ടേബിൾ. ആ സൈഡ് ടേബിൾ നമുക്ക് ഏകദേശം 2 അടി അടുപ്പിച്ച് തന്നെ നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാർഡ്രോബ്, അത് നമ്മൾ അലുമിനിയത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ചെറിയ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടേക്ക് നിങ്ങൾ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ട്രാക്ക് ലൈറ്റ്സ് ആണ് നമ്മൾ മുകളിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ട്രാക്ക് ലൈറ്റ്സ് തന്നെയാണ് ഇതിനകത്തെ ഒരു ആ ലൈറ്റിംഗ് ആംബിയൻസ് എല്ലാം കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ കട്ടിലെ കാര്യം പറഞ്ഞാൽ നമ്മൾ പ്ലൈവുഡ് ആൻഡ് ലാമിനേറ്റ്, നമ്മൾ ആ ഒരു എന്താ പറയാ റബ്വുഡിന്റെ ആ ഒരു കളറിലേക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഈ അതുപോലെ നമ്മൾ ഇതും കൂടെ പറയണ്ടേ, നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഇത്തരത്തില് ഫുള്ളായിട്ട് ഒരു സ്ലൈഡിംഗ് ഡോർ ആണ്. ഒരു ആഡഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഗ്രില്ലിന്റെ അപ്പുറം റോഡാണ്, ചെറിയ പ്രൈവറ്റ് വഴി റോഡ് ഉണ്ട്. അപ്പോ ഇവിടെ ആക്ച്വലി ഇങ്ങനെയല്ല, ഇവിടെ നമുക്ക് നമ്മുടെ പണികൾ വരാനുണ്ട്. ഇവിടെ മൊത്തം കാരണം ജയേട്ടന്റെ വൈഫ് എന്ന് പറയുന്നത് ഗ്രീനറി കണക്ഷൻ കൂടുതൽ വേണ്ട ആളാണ്. അപ്പൊ ഇവിടെ നമ്മുടെ എന്താ പറയാ ഇവർക്ക് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കാരണം ഹൗസ് വാമിംഗ് നമ്മൾ പെബിൾസും ഗ്രാസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ചുമരില് നമ്മൾ ഫുൾ ആയിട്ട് ഒരു ചിത്രം വൈഫ് വരയ്ക്കും ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി ഒഴിവാക്കി വെച്ചേക്കാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഏതെങ്കിലും ഒക്കെ ഇട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങളൊന്ന് ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ആ കർട്ടനും കൂടെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ആ കർട്ടനും മാറ്റിക്കോളൂ, ഈ കർട്ടനും ഒന്ന് പൊക്കിക്കോളൂ ചേട്ടോ. നമ്മുടെ ഹൗസ് നമ്മുടെ കുട്ടി ഓണറാണത്. പുള്ളിക്കാരൻ TV കാണുന്ന സമയമാണ്, നമ്മളത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടുള്ള ദേഷ്യം ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് ചേട്ടൻ നമ്മുടെ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓഫാക്കി കാണിച്ചു കൊടുത്തായിരുന്നു. നമുക്ക് ഇതിനകത്ത് നാച്ചുറൽ ലൈറ്റിന്റെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ. ഇപ്പൊ ലൈറ്റ്സ് ഒന്നും ഇല്ല. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് സ്ഥിതി.
ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ റൂമിലെ നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടുന്നത്. ഇവിടുത്തെ വെന്റിലേഷനെ കുറിച്ച് ചേട്ടൻ തന്നെ പറഞ്ഞു. വെന്റിലേഷൻ നമ്മൾ അവിടെ എങ്ങനെയാണ് അത് തന്നെ എവിടെയും നമുക്ക് തുറന്നിടാൻ പറ്റില്ല, കാരണം തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കാൻ പറ്റില്ല, അത്രയും കാറ്റാണ്. അത് കാരണം നമ്മളൊരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്. ഇത് അടച്ചിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് വന്നു കഴിഞ്ഞാൽ AC ഉണ്ട്, ഫാൻ ഉണ്ട്. ആ മാർഗങ്ങൾ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തില് വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു റൂം ഇവിടെ നമുക്ക്. അതുപോലെ ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം കൂടെ കേട്ടോ ചേട്ടാ. നമ്മുടെ ഈ ഒരു ബഡ്ജറ്റില് വൈറ്റ് കളറില് വൃത്തിയിലുള്ള ഡോറ് കിട്ടാന്ന് പറഞ്ഞാൽ, അത് ഡോറിന്റെ കാര്യം പറയുമ്പോ എനിക്ക് ഒത്തിരി ഡോറ് ഞാൻ പറഞ്ഞ കറക്റ്റാ. ഞാൻ ഒത്തിരി ഡോർ നോക്കിയ ആൾക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കും. എനിക്ക് പല ആൾക്കാരും ഡോറിന്റെ ഫോട്ടോ അയച്ചിട്ടും എനിക്ക് പറ്റില്ല. എനിക്ക് കുറച്ചെങ്കിലും വരുന്ന പുള്ളിക്ക് തീരെ പറ്റില്ല. അങ്ങനെ ഇത് കിട്ടിയപ്പോ ഞങ്ങൾ രണ്ടുപേരും സാറ്റിസ്ഫൈഡ്. ഇത് വളരെ ഫുൾ വൈറ്റും അതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു 4 പൂവ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം. ഒരു കാര്യം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മള് ടോയ്ലറ്റിന്റെ ഉള്ളിൽ വെന്റിലേഷൻ ചെയ്യുന്ന സമയത്തും ചേട്ടൻ ഈ കാര്യം ചോദിച്ചായിരുന്നു. എന്താണ് ഇത്രയും വലുത് ജനല് പോലെ ഉണ്ടായോ, പ്രശ്നമാകുമോ, കുഞ്ഞിതല്ലേ നല്ലത്. അപ്പോ ടോയ്ലറ്റിൽ സത്യം പറഞ്ഞാൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്ത സമയത്ത് അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എപ്പോഴും വെന്റിലേറ്ററായി നിൽക്കുന്നതാണ് നല്ലത്. നമ്മുടെ ആവശ്യത്തിന് അത് കൂട്ടിയിടാം, എക്സോസ്റ്റ് വെക്കാം. അതിപ്പോ അപ്പോ അവിടെ നമ്മൾ യൂസ് ചെയ്ത എക്സോസ്റ്റ് എങ്ങനെയാന്നുള്ളതും വെന്റിലേറ്ററിന്റെ സൈസും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ടോയ്ലറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒന്നും ചെയ്തിട്ടില്ല, മൊത്തത്തിലൊരു ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വെന്റിലേറ്റർ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള, അതിനകത്ത് നമ്മൾ ഫ്രോസ്റ്റഡ് ഗ്ലാസ് യൂസ് ചെയ്യാണ് ചെയ്തത്. ഫുൾ വെന്റിലേറ്റർ ആണ്. നമ്മൾ ഇത്തരത്തിലുള്ള കൺസീൽഡ് ആയിട്ടുള്ള എന്താ പറയാ എക്സോസ്റ്റ് ഫാൻ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ വീട്ടിൽ നമ്മുടെ റൂമുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ബെഡ്റൂമാണ് ഉള്ളത്, ഒരു ഹോം തിയേറ്റർ ഉള്ളത്. ഇതേപോലെ ഒരു റൂം നമുക്ക് മുകളിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള ഒരു ബാൽക്കണിക്ക് പകരം നമ്മളൊരു ബേ വിൻഡോ കൊടുത്തു. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് നമ്മുടെ കാർ പോർച്ചിന്റെ മുകളിലായിട്ട് നമുക്കൊരു ബെഡ്റൂം ഉണ്ട്. അപ്പൊ ആ 2 ബെഡ്റൂം നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടല്ല കൊടുത്തത്, ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോ നമുക്ക് ഇതെല്ലാം തിരിച്ച് പഴയ പോലെ ആക്കിയിട്ട് നമുക്ക് അടുത്ത റൂമുകൾ കൊടുക്കുന്നുണ്ട്. പ്രൈവസിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് ലൈറ്റ് ആണെങ്കിൽ പോലും പുറത്തോട്ട് നമുക്ക് ഒരു വെളിച്ചം ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തുണിയാണ്. ബ്ലാക്ക് ഔട്ട് കർട്ടൻ ആണ്, മറ്റേ ഇത് ഫാബ്രിക് ആണ് യൂസ് ചെയ്തത്, പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇതും കൂടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ആ ലൈറ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാം. അപ്പോ നമ്മുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റില് വീണ്ടും നമ്മുടെ റൂം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് തിരിച്ച് നമ്മുടെ മറ്റേ റൂമുകൾ കൂടെ നമുക്ക് പോയി കാണാം. അപ്പൊ ചേട്ടാ അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോവാം. അപ്പൊ മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റെയർകേസ്. സ്റ്റീൽ ആൻഡ് വുഡ്, അത് നമ്മൾ റബ്ബുഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ സൈഡിലായിട്ടാണ് സ്റ്റെയർകേസ് വരുന്നത്. നമ്മുടെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. നമ്മളെന്ന് സ്റ്റെയർകേസ് ഒരുപാട് സ്പേസ് എടുക്കുന്ന അതെ. അപ്പൊ അതിനെ മാക്സിമം എങ്ങോട്ടെങ്കിലും നമ്മൾ ഒതുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതങ്ങ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒരു ലാൻഡിങ് ഹൈറ്റ്. അപ്പൊ ഇവിടുത്തെ ഹൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല ആളും ഡൗട്ട് ചോദിക്കുന്നതാണ്, ഇത് ഹൈറ്റ് കൈ തട്ടില്ലേ? കൈ തട്ടുന്ന പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാണ്. ഇതൊരു പാസേജ് ആണ്. അപ്പൊ ഇവിടെ ചുമ്മാ ഭയങ്കര ഡബിൾ ഹൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ 7 അടി തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിന് അബദ്ധം പറ്റിയതാണെന്നൊരു അപ്പൊ അങ്ങനെയാണ് നമുക്ക് മുകളിൽ കയറി നോക്കാം. നമ്മൾ സ്റ്റെയർ കേസ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇത്തരത്തില് കുറച്ച് വെർട്ടിക്കലായിട്ട് കുറച്ച് പില്ലേഴ്സ് അത് മുകളിൽ വരെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ഈ ഒരു സപ്പോർട്ട് നമുക്കിങ്ങനെ മുകളിൽ നമ്മുടെ അവിടുത്തെ സ്ലാബ് വരെ പോകുന്നുണ്ട്. അതിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ഈ സ്റ്റെയർസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫസ്റ്റ് ഒരു ലാൻഡിങ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതും നമ്മുടെ ഹാൻഡ് റെയിൽ മറ്റേ ഇത് നമ്മുടെ റബ്ബർ വെച്ച് നമ്മൾ കവർ ചെയ്തതാണ്. അവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് എല്ലാം കൊടുത്തിട്ട് ചേട്ടൻ നമുക്ക് വാംബ്രേറ്റ് ആക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇത്തരത്തിലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഇത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടച്ചിടാം. വെന്റിലേഷൻ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടച്ചിടാം, അല്ലെങ്കിൽ തുറന്നിടാം. ഞാൻ വീണ്ടും നമ്മൾ ആ കർട്ടനൊക്കെ വെച്ചേക്കാണ്. ഇവിടെയൊക്കെ നമുക്ക് ഓരോ ലൈറ്റുകളൊക്കെ വരാനുണ്ട്. വീണ്ടും നമ്മൾ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തില് നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ലാൻഡിങ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു 7 feet ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു ലാൻഡിങ് ഉണ്ട്. ഈ ലാൻഡിങ്ങും ഇവിടെ നമുക്കൊരു ഡോറൊക്കെ വെക്കാനുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഇനി ഇങ്ങോട്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ നമ്മൾ മുകളിലേക്കൊക്കെ ഫുൾ അങ്ങ് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. കാരണം അവരുടെ രണ്ട് റൂമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് മാത്രം ഒന്ന് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ സ്റ്റെപ്പ് വരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു റൂമും അവിടേക്ക് ഓപ്പൺ ടെറസും ഉണ്ട്. ഇവിടെ നമ്മുടെ ഹോം തിയേറ്റർ വരാനുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ഈ റൂം ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ മേലെയുള്ള ഒരു ബെഡ്റൂം. ഇതിൽ വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. അതായത് മുകളിലേക്കുള്ള റൂമുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് റൂം കാണിച്ചു കൊടുക്കാം. അതുപോലെ ഹോം തിയേറ്റർ ഇപ്പൊ തൽക്കാലം നമ്മുടെ മറ്റേ ലോഡിംഗ് റൂം ആയിട്ട് വെച്ചേക്കാണ്. ഒരു റൂമും കൂടെയാണ് നമുക്ക് ഫിനിഷ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചേട്ടാ പറഞ്ഞു കൊടുത്തോളൂ. ഇവിടെ ഇത് നമ്മുടെ പോർച്ചിന് നേരെ മുകൾ ഭാഗത്തുള്ള റൂമാണ്. ഇത് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇത് ചെറിയ റൂമാണ്. ഇവിടെ ഉള്ളതിനേക്കാൾ ഏറ്റവും ചെറിയ റൂമാണ്. ഈ ഒരു സംഭവം ഇവിടെ വന്നുകൊണ്ട് ഇത് ചെറുതാണോ ചെറിയ റൂമാണ് ഒരാൾ പറയില്ല. ഒന്നും കൂടി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ഡെക്കെന്നോ അല്ലെങ്കിൽ ബാൽക്കണിന്നോ എന്ത് വേണമെങ്കിൽ പറയാം കയറി നിൽക്കാം. ഇനി ഇവിടെ നിന്ന് കുട്ടികൾ അപ്പുറത്തേക്ക് ചാടിയുന്നത് സേഫ് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഹൈറ്റില് അപ്പോ ഇവിടെ നമ്മൾ ഇരുന്നൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു സ്പേസ് ഇനി പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചത് ഇവിടെ ഒരു കർട്ടൻ കൊടുക്കാവുന്നതാണ്. ഈ കർട്ടൻ കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർട്ടൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അടിപൊളി സാധനമൊക്കെ ചെയ്യണമെങ്കിൽ നല്ല എക്സ്പെൻസീവ്. അപ്പോ നമുക്ക് ഓരോരോ ഘട്ടങ്ങളിൽ ഞങ്ങൾ വിചാരിച്ചത് വർക്കിംഗ് ഏരിയ, അതായത് ഇപ്പം ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വന്നിരിക്കാനുള്ള ഒരു സ്പേസ്, ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട്, സുഖമായിട്ട്. അപ്പൊ എന്തായാലും ചോദിക്കും എവിടെ ഇരുന്നിട്ടാ വർക്ക് ചെയ്യണത്. അപ്പൊ അതുപോലെ ചേട്ടാ ആ വിൻഡോ കൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ മേലെ നമ്മൾ ഡ്രസ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അന്നായതുകൊണ്ടാണ് ബഡ്ജറ്റ് ആയിട്ട് പോയത് കേട്ടോ. ഇനി നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബഡ്ജറ്റ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എടുക്കുമ്പോൾ തന്നെ കോസ്റ്റ് ഒക്കെ അങ്ങ് എത്തിയിട്ടുണ്ട്. നമ്മള് ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ ബെഡ് വരിക. ഈ സൈഡിലേക്ക് ആയിട്ടാണ് ബെഡ് വരിക. ബെഡിന്റെ ബാക്കിൽ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ, അതിലൂടെ ഒരു സ്റ്റോറേജ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഇവിടുത്തെ അടുത്തൊരു ചെറിയ ഹൈലൈറ്റ്. വേറൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ ബാൽക്കണി കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ തുറന്ന് ഈ വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഒന്നറ്റം കാണിക്കും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ അവിടെ അങ്ങനെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് പോകാം. അതൊരു ചെറിയ വർക്ക് സ്പേസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഡോറും കൂടെ അങ്ങ് തുറന്നിട്ട് എല്ലാ ഡോറും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആ വെന്റിലേഷൻ വളരെ ഭംഗിയായിട്ട് ചേട്ടാ കാറ്റടിക്കുന്നില്ല. കാറ്റടിക്കുന്നത് കാണാം, നിങ്ങളെ സ്റ്റാർ കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചേട്ടൻ ചെറിയൊരു പൗള് പണി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കുറച്ചും കൂടെ വലിയ ബാൽക്കണി ആയിരുന്നു കൊടുത്തത്. പക്ഷെ സത്യത്തിൽ എനിക്ക് തോന്നി നിങ്ങൾ അത് ചെയ്തത് നന്നായി. അത്ര വലുപ്പത്തിന്റെ ആവശ്യമില്ല, ഈ സൈസും മതി ഈ ഒരു ബാൽക്കണി നമുക്ക്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയത് കാർ, നമ്മളൊരു വലിയ കാർ എടുക്കുമ്പോൾ പക്ഷെ അത് ഇവിടെ ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഞാൻ കാർ പോർച്ചിന്റെ ഒരു സൈസ് കൂടെ കണക്കാക്കിയിട്ടായിരുന്നു ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1.5 മീറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രശ്നമില്ല. ഇവിടെയൊക്കെ നമ്മള് നമ്മുടെ ട്രാക്ക് ലൈറ്റിനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങോട്ട് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ലൈറ്റിംഗ് ചെയ്യാന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ സിമെന്റ് ബോർഡ് ചെയ്തു. ഇപ്പൊ ചേട്ടൻ ഇതിന്റെ മുകളിൽ നമ്മുടെ മറ്റേ കാർപ്പറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രാസിന്റെ നല്ല ഭയങ്കര വളരെ സിമ്പിൾ ആണ്. ഇത് താഴ്ഭാഗത്ത് സിമെന്റ് ബോർഡ് കട്ട് ചെയ്തിട്ട് ഇട്ടതാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വെള്ളത്തിന്റെ പ്രശ്നമില്ല, വെള്ളം വന്നാൽ പൊക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ കാണിച്ചു കൊടുത്തില്ല. ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ മോനൂസ് അവിടെ ഇരുന്നിട്ട് TV ഒക്കെ കാണുന്നുണ്ട്. ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ക്ലാസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് പുള്ളിക്കാരൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. നമ്മുടെ ഹോം തിയേറ്റർ കണ്ടോ ഈ ഭാഗത്താണ്. ഇപ്പൊ ഇതിനകത്തൊക്കെ നമുക്ക് ഇത്തരത്തിൽ ചെറിയ പ്ലാന്റർ ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ചെടികൾ ഇങ്ങനെ താഴത്തേക്ക് വരും. അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ കാണാം. അപ്പൊ അതിപ്പോ ഒരു കച്ചറയിൽ കിടക്കുകയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റൂം ഒന്ന്
ചിലർക്ക് ഇത് ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. മേലെ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇത് നമ്മൾ വീട് താമസിച്ചതിന് ശേഷം 2 പ്രാവശ്യം ഓൾറെഡി ക്ലീൻ ചെയ്തു. മഴയായിരുന്നു. അത് മാത്രമല്ല നമ്മളെ ഗ്രില്ല് പുറമേട്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കാണാം. അപ്പൊ തെങ്ങ് കാണാം. അപ്പുറത്തെ വീട്ടിലാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള തെങ്ങ് നമുക്കാ കിട്ടുക. അപ്പൊ അതുവഴി നമ്മുടെ ഗ്ലാസ് ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പണി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അയ്യോ ഞാൻ പറയാൻ പറ്റൂ. അടുത്ത സംഭവം ഉണ്ട്. നമുക്ക് വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇവിടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് സംഭവം. മൊത്തം ഓപ്പൺ ആയി. വീടിന്റെ ഉൾഭാഗം എന്ന് വെച്ചാൽ പുറംഭാഗം ഉൾഭാഗം ഒരുപോലെ ആ രീതിയിലാണ് നമ്മൾ ആദ്യം ഇവിടെ ജാലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. പക്ഷെ ഈ കാറ്റ് വന്നപ്പോഴേക്കും ജാലിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയെല്ലാം അകത്തേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് ഇട്ടിട്ട് പിന്നെ ജാലി ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സെക്യൂരിറ്റിയുടെ ഒരു ചെറിയ പ്രശ്നം സംശയം ഉണ്ടാവും. നമുക്ക് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഗ്രില്ല് നമ്മൾ വെക്കുന്നുണ്ട്. അതിപ്പോ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ ഉൾഭാഗത്തോളം നൈസായിട്ട് നമുക്ക് സൈഡിലേക്ക് നമ്മുടെ പ്ലാനിലുള്ളതാണ്. നമ്മൾ ഭാവിയിൽ ചെയ്യും അടുത്ത ബഡ്ജറ്റിൽ. അപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാം ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമും ഹോം തിയേറ്ററും. അപ്പൊ അത് നോക്കാം. ഈ ഒരു വീടിന്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ലെവൽസിൽ നമ്മൾ കുറെ കളികൾ കളിച്ചു. അതായത് വീട് ഏരിയ കുറവല്ലേ, അപ്പൊ കയറുന്ന ഹൈറ്റുകളിൽ വെച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കയറി വന്ന് ഇവിടുത്തെ ഒരു ഇന്റർ ഹൈറ്റ് എത്തി. അവിടെ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒരു 2 സ്റ്റെപ്പ് കയറി അടുത്ത ഹൈറ്റിലേക്ക് എത്തി. ആ ഹൈറ്റിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ടോയ്ലറ്റ്, ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ ഹൈറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഹോം തിയേറ്റർ, അത് ജസ്റ്റ് നിങ്ങൾക്ക് റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാ നമ്മുടെ എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ ഡംപ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോം തിയേറ്റർ അല്ലാത്ത ഒരു സമയത്ത് നമുക്ക് ഇതിനെ നമ്മുടെ ഓപ്പൺ സ്റ്റുഡിയോ ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ആ സൈഡിൽ ഒക്കെ ഫുൾ അങ്ങ് നമുക്ക് സൈഡിലേക്ക് തുറന്നിടാനായിട്ട് പറ്റും. ഇതും നമ്മുടെ അടുത്ത ബഡ്ജറ്റിൽ നമ്മൾ അടിപൊളി ഹോം തിയേറ്റർ ആക്കി നമ്മൾ മാറ്റും. അപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ്. ഞാനത് പറഞ്ഞിരുന്നു. നമ്മൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേ പ്ലാൻ ചെയ്ത സാധനങ്ങളാണ് ഇതെല്ലാം. നമ്മൾ സ്റ്റെപ്പിൽ നമുക്ക് ഇത്തരത്തിൽ സ്റ്റോറേജ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നമ്മൾ ഫർദർ വീണ്ടും വന്നു കഴിഞ്ഞാല് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെറസാണ്. ആ ടെറസിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഷീറ്റൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ടാങ്ക് നമ്മൾ അവിടെ കണ്ട പെർഗോള വട്ടത്തിലുള്ളത് അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ സ്റ്റീൽ ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്ക് സ്പേസും മറ്റേ തയ്യൽ മെഷീൻ ഒക്കെ അത് വെച്ചിട്ടില്ല അല്ലേ? അപ്പോ അങ്ങനെ ഒരു പുള്ളിക്കാരി ഇത് കണ്ടോ, ഫോട്ടോഗ്രാഫാണ്. അപ്പൊ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് സ്പേസ്. അതുപോലെ തന്നെ ഒരു ഐറ്റം കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് കണ്ടോ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വർക്ക് സ്പേസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇനി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. നമ്മൾ നേരത്തെ കണ്ട താഴത്തെ ബെഡ്റൂമിന്റെ മുകളിലേക്ക് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഈ ബെഡ്റൂമിലും നമ്മൾ ഇത്തരത്തില് സ്ലൈഡിംഗ് ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതെ, ഇപ്പൊ തൽക്കാലം നമ്മള് ചെയ്തിട്ടില്ല. അടുത്ത ബഡ്ജറ്റിലേക്ക് മാറ്റിച്ചിരിക്കുകയാണ്. അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നല്ല അടിപൊളി ഒരു ബേ വിൻഡോ. ഇവിടെയും നമുക്ക് ഈ ബേ വിൻഡോയും നമ്മൾ ബഡ്ജറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ ടൈലിട്ടത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഞാൻ സമ്മതിക്കൂലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് മറ്റേ പീസ് എന്തെങ്കിലും പറഞ്ഞത്. പക്ഷെ അതിന്റെ കാരണം എന്തിനായാലും പൈസ വേണമല്ലോ. അപ്പൊ അത് കാരണം നമ്മുടെ സെയിം ടൈല് തന്നെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു വുഡൻ ചെയ്യാം. അതൊക്കെ ആഡ് ഓൺ ആണ്. ബഡ്ജറ്റ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ നിർത്തുന്ന പോലെയൊക്കെ തന്നെ നിർത്തണം. അതുപോലെ നമ്മൾ ഇത് കാണിക്കാൻ മറന്നുപോയില്ലേ, ഇവിടെ നമുക്ക് ബെഡിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. സ്റ്റോറേജ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഉള്ളിൽ സ്റ്റോറേജ് ഉണ്ട്. ഹെഡ് ബോർഡ് എല്ലാം നമ്മൾ താഴത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, ഒരു ലൈറ്റ് ഇട്ടിട്ടില്ല. ഇവിടെ നമ്മള് ഇവിടെ ലൈറ്റ് കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. ലൈറ്റും ജനലൊക്കെ ക്ലോസ്ഡ് അല്ലേ, അത് തുറന്നിട്ട് കഴിഞ്ഞാൽ അതെ. ഇനി ലൈറ്റും കൂടെ എന്നിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പൊ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീരെ ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ്, നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ, നമ്മൾ അൽജീരിയ എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്.
നമ്മളൊരു ചെറിയൊരു മിറർ, എന്താ പറയുക, ഡ്രസ്സിങ്ങിന് വേണ്ടി ഒരു മിറർ കാര്യങ്ങളൊക്കെ. താഴത്തിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബാത്റൂം ഉണ്ട്, താഴെ അറ്റാച്ച്ഡ് ആണ്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് അല്ല, നമ്മൾ പുറത്ത് കോമൺ ആയിട്ട് കൊടുത്തു. അപ്പുറത്തെ ഒരു റൂം കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തു. അത് നമ്മൾ 2 അറ്റാച്ച്ഡും ഒരു 3 ടോയ്ലറ്റ് നമ്മൾ പറഞ്ഞത്. അത് ഷിനുബായാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഒരു ബാത്റൂം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ. നമ്മളത് ഒരു ടോയ്ലറ്റ് എങ്ങനെ കോസ്റ്റ് ചെയ്താലും അതിനകത്തുള്ള വാട്ടർ പ്രൂഫിങ്ങും നമ്മളത് കുറച്ച്, കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോൾ അത് എന്നോട് ചോദിച്ചത് എങ്ങനെയാണ്, നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ ആ ചോദ്യമാണ്. അപ്പൊ ഞങ്ങളപ്പോഴും ആലോചിക്കുന്നത് ശരി, ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇത് മതി. അപ്പം അതങ്ങനെ അങ്ങ് തീർന്നു. ഒരു കാര്യം കൂടെ എനിക്ക്, അതായത് ഞാൻ ജേട്ടൻ അന്ന് വിളിക്കുമ്പോ പറഞ്ഞിട്ടായിരുന്നു, ചേട്ടാ സീബ്ര കർട്ടൻ വേണ്ടാന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട്. ഞാനത് പറയുന്നതിന്റെ ഒരു കാരണം വേറെ ഒന്നുമല്ല, ചിലപ്പോ എന്റെ ഒരു ടേസ്റ്റിന്റെ പ്രശ്നമായിരിക്കാം. കാരണം ഇതിനകത്ത് ഇങ്ങനെ കറുപ്പ് വെള്ള എന്ന് പറഞ്ഞൊരു ലൈനാണ് ഉള്ളത്. നമ്മളെ ഒരു എസ്തെറ്റിക്കൽ സെൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമുക്ക് ഒരു റൂമിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ അറ്റൻഷൻ പോകുന്ന പോലെ ചെയ്യും. പക്ഷെ ഇതിനകത്ത് നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ബഡ്ജറ്റ് നോക്കുമ്പോൾ, പക്ഷെ ഇതിനകത്ത് കുറെ നമ്മളത് പറയുമ്പോൾ എപ്പോഴും ഇയാളത് എങ്ങനെ പറയുന്നത് ചിലർക്ക് തോന്നും. ഇതിനകത്ത് അഡ്വാൻറ്റേജ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരേ സമയം ബ്ലാക്ക് ഔട്ട് ആയിട്ടും ഒരേ സമയം ട്രാൻസ്പെറന്റ് കർട്ടൻ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറയുമ്പോൾ പറയാനല്ല, ഇത് ഈ ഒരു റേഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമിനകത്ത് ഈ ഒരു റേഞ്ചിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ പ്രൈവസി ലൈറ്റും കയറില്ല. ഇത് ഇത്തരത്തിലുള്ള റോളർ ബ്ലൈൻഡ് സീബ്ര കർട്ടൻ അതെ. ഇനി ഇതേ സാധനം നമ്മള് മറ്റേ റോമൻ കേർട്ടൻ നമ്മളിങ്ങനെ മടങ്ങിയിരിക്കുന്ന ഭയങ്കര രസമാണ് കാണാൻ. ഒത്തിരി ക്ലോത്ത് വേണം, നല്ല എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല, അതിന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീല് കിട്ടണമെങ്കിൽ, ഈ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് കേർട്ടൻ നമ്മൾ ആഡ് ചെയ്യണം, രണ്ടാമത്തെ ലെയർ. അതായത് അതൊരു എക്സ്പെൻസീവ് സൈഡ് തന്നെയാണ്. നമുക്ക് ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ആവശ്യം ബെഡ്റൂമിൽ മാത്രമോ അല്ലെങ്കിൽ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഏതെങ്കിലും മാത്രം ചെയ്തു വെക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഈ കർട്ടന് വേറെ എന്താ പറയാ ചീത്തപ്പേരോ അല്ലെങ്കിൽ അത് മോശമായതുകൊണ്ടല്ല. എനിക്കും ഇത് നമ്മളെല്ലായിടത്തും കാണുന്ന സാധനം. ഞാനിപ്പോ എവിടെ നമ്മൾ പോയി ഞങ്ങൾ വീട് പണിയുടെ ഭാഗമായിട്ട് എല്ലായിടത്തും പോകുമ്പോഴും കാണും. അപ്പൊ നമുക്ക് അതിനോടൊരു ഇത് വന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ഇത് നല്ല സൗകര്യപ്രദമാണ്. പിന്നെ ഇതിൽ തന്നെ ക്വാളിറ്റി ഉണ്ട്, 2-3 ക്വാളിറ്റി വരുന്നുണ്ട്. വില അതിനനുസരിച്ച് പറയും. ഇത് ഞാൻ ഒരു ഹൈ എൻഡും അല്ല, എന്നാൽ ലോ എൻഡും അല്ല, ഒരു മീഡിയം സാധനം. ഒരു സ്ക്വയർ ഫീറ്റ് 150 രൂപ ആ ഒരു റേഞ്ചൊക്കെ. 150 രൂപ സ്ക്വയർ ഫീറ്റ്. ഇതിൽ തന്നെ 120, 130 ഒക്കെ ഉണ്ട്, 110 വരുന്നുണ്ട്. കളേഴ്സ് നമ്മൾ പിന്നെ ഒരു സെർട്ടിൽ നമ്മള് കളർ കാണുമ്പോ പേടിയുള്ള ആൾക്കാരായതുകൊണ്ട് യൂണിഫോമിറ്റി ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഈ വർക്കോട് കൂടെ എനിക്ക് പറയാനുള്ള വേറൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. അതായത് ഈ വർക്കോട് കൂടെ ജയേട്ടൻ പ്രൊഫഷൻ മാറ്റി ഇപ്പൊ ഒരു കോൺട്രാക്ടർ കൂടിയാണ്. നമ്മളൊരു പുള്ളിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട് ഞാനാണ് കൺസൾട്ടിങ് ചെയ്യണത്, പുള്ളിയാണ് അതിന്റെ കോൺട്രാക്ടിങ് ചെയ്യുന്നത്. പുള്ളി ആക്ച്വലി എന്താ പറയാ ആപ്പിൾ പ്രൊഡക്ട്സ് സർവീസ് ചെയ്യുന്ന ഒരു ഷോപ്പ്. എവിടെയൊക്കെ ശരി, നിങ്ങള് ദുബായിലുള്ള ദുബായിൽ നമുക്ക് ഈ സംഭവം തന്നെയായിരുന്നു. അവിടെ ചെയ്യുന്ന വേറെ ആൾക്കാരാണ് നമുക്ക് കാലിക്കറ്റാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമ്മള് ആപ്പിൾ ഗാഡ്ജറ്റ്സ്, ആപ്പിൾ വാച്ച്, ആപ്പിൾ ഫോണുകൾ, ഇതിന്റെ എല്ലാം സർവീസ് ആണ്. അതായത് ചിപ്പ് ലെവൽ സർവീസിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഒരുപാട് സമയം ഫ്രീ ആണ്. പിന്നെ ഇത് ഒരു സ്വന്തം ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിനോട് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ്. ഒന്നാമത് എനിക്ക് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, നല്ലൊരു ടീമുണ്ട്. അല്ല, നിങ്ങളും വൈഫും ഒരേപോലെ കറക്റ്റ് ഒരു ധാരണ ഉണ്ട്. പക്ഷെ അതിന് ടെക്നിക്കലി ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു നിങ്ങൾക്ക് എന്റെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ, അത് എന്നോട് ഷിനുജി എന്നോട് ചോദിച്ചു, ഇനിയിപ്പോ ഒരു വീടൊക്കെ ചെയ്യാൻ. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്യാം, എവിടെയൊക്കെ പ്രശ്നം വരെ നമുക്ക് ശരിക്കും അറിയാം. പിന്നെ എന്ത് വന്നാലും അത് കൈകാര്യം ചെയ്യാന്നുള്ള ധൈര്യമുണ്ട്, ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ്. ഫീൽഡ് വിട്ടില്ലല്ലോ, ഐഫോണിന്റെ ഫീൽഡ് അല്ല. വേറെ കാര്യം ചെയ്യാം, എന്തായാലും കുറെ ആളുകൾ വീഡിയോ കാണുന്നല്ലേ. നമ്മള് എപ്പോഴും പറയുന്ന കാര്യം, നമ്മള് മറ്റേ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ചെയ്യാറില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ എനിക്കൊരു വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഈ ഐഫോണിന്റെ എന്താ പറയാ ബാറ്ററിയും അതുപോലെ തന്നെ മാറ്റി വെക്കും. അതായത് ഇപ്പൊ നിങ്ങളൊരു 64 GB ഉള്ള മറ്റേ ഐഫോൺ ഒക്കെ പോയി കഴിഞ്ഞാൽ പുള്ളി അത് ഒരു 128 256 എത്ര എക്സ്പെൻഡ് ചെയ്യാൻ പറ്റും? അത് 512 വരെ ചെയ്യാൻ പറ്റും. അത് 512 വരെ ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് നോർമൽ
ഐഫോൺ സർവീസ്, അതായത് ബ്രാൻഡഡ് സർവീസ് സെന്ററിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ ചിപ്പ് ലെവൽ. അപ്പൊ ഒരുവിധം ഡെഡ് ആയതോ അല്ലെങ്കിൽ മറ്റെന്ത് പ്രശ്നങ്ങളാണെങ്കിലും 99% നമ്മൾ അത് റെഡിയാക്കി എടുക്കും. നിങ്ങളുടെ ഒരു ഫോൺ പിന്നെ നമ്മളെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സെയിം ഡേ സർവീസ് വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ പരിപാടി ഇല്ല. വൈകുന്നേരത്തെ നമ്മൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ പുള്ളിയുടെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് സഹായകരാവുന്നുണ്ടെങ്കിൽ ഞാൻ ആ കോൺടാക്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വീട് ആർക്കെങ്കിലും ഒന്ന് കാണണമെങ്കിലോ അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ നമുക്ക് എപ്പോഴും നമ്മൾ ബന്ധപ്പെട്ട് അത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം. കാരണം നമ്മൾ ഇതിന്റെ തുടക്കം തൊട്ടേ ഉള്ള നമ്മുടെ മറ്റേ വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്ത് പാലക്കാട് നിന്നൊക്കെയുള്ള ഒരുപാട് പേര് സൈറ്റ് ഒന്ന് കാണണമെങ്കിൽ, അപ്പൊ എനിക്ക് ചിത്ര ജംഗ്ഷനും പാലക്കാട് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ചേട്ടൻ ജസ്റ്റ് അഡ്രസ്സും കൂടെ ഒന്ന് അഡ്രസ് വെച്ചാൽ പ്രയാസം ചെയ്തോ അല്ലേ? ഒരു പ്രശ്നമില്ല. നമ്മള് ശരിക്കും അകത്തേത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പാലക്കാട് അകത്തേത്തറ. ഇത് റെയിൽവേ സ്റ്റേഷൻ, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 2 കിലോമീറ്റർ, മാക്സിമം 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പാലക്കാട് ടൗണിലേക്ക് ഒരു 5 കിലോമീറ്റർ, മലമ്പുഴയ്ക്ക് ഒരു 3 കിലോമീറ്റർ. ശരിക്കും പറയുകയാണെങ്കിൽ അകത്തേത്തറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അകത്തേത്തറ പഞ്ചായത്ത് ഉണ്ട്, പിന്നെ എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ കോളേജ്, NSS എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം ഇവിടെ അടുത്തടുത്താണ്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ വന്ന് കാണണമെന്നോ അല്ലെങ്കിൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും വെൽക്കം. അതെ, എന്താ ഇത് ഞാൻ നമ്മുടെ തൃശ്ശൂരത്തെ മാമന്റെ വീടും ഒരു ഏതെങ്കിലും ഒരു സമയത്ത് വീഡിയോ ചിലപ്പോൾ നന്നായിട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ആളുകൾ വിളിച്ചിട്ടും വിളിക്കാതെ ഒക്കെ, അപ്പൊ നമ്മളൊരാളുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ സാമാന്യമായിട്ട് ഒന്ന് ഇൻഫോം ചെയ്യാന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യണത്. ഞാൻ ലാസ്റ്റ് നമ്പർ എടുത്ത് ഒഴിവാക്കണ സാഹചര്യം നമുക്ക് അങ്ങനെ പ്രശ്നമില്ല. അതായത് ഇവിടെ ഇപ്പം ഷിനോബ്ജിയുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, പലരും പല ഐഡിയ ആണ്, അത് കാണാൻ ഐഡിയാസ് എടുക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടുക, നമ്മൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള സമയം തന്നെയാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്തിട്ട് അതങ്ങ് തീർന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന വിധത്തിലേക്ക് ആവുക, പിന്നെ ഇവിടെ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ നല്ലതായിട്ട് കേൾക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മള് ഇപ്പോ ഇതിനൊക്കെ നമുക്ക് ബഡ്ജറ്റ് വീട് തന്നെ പറയാട്ടോ. കാരണം നമുക്ക് ബഡ്ജറ്റ് വീട് എന്ന് പറയുമ്പോഴേക്കും ഏത് സെഗ്മെന്റിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ നമ്മൾ ഇതിനെ ഇനിയൊന്നും മാറി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതേ വീട് നമുക്ക് 50 ലക്ഷം രൂപയ്ക്കും ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. അതിലുപരി നിങ്ങളുടെ വീടൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കുറെ ഇൻഫോർമേഷൻസ്, പറ്റാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കൂടെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാ സമയം ചെയ്യുന്ന സമയത്ത് വോയിസിനുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയൊരു പുതിയ ഓഡിയോ ഡിവൈസ് ഒക്കെ വാങ്ങി പുതിയ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുള്ള ഉറച്ച വിശ്വാസത്തില് നമ്മള് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. for you.